BLM, Kerala, Tamil Nadu, Pondicherry. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസും UDFും പ്രതിരോധത്തിന്റെ പടുകുഴിയിലാണ്. വിമതരുടെ ബാഹുല്യത്തിന് പുറമെ ജമാഅത്തെ ബന്ധവും സീറ്റ് വിൽപ്പന ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ തെളിവുമാണ് കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ മത്സരിക്കാൻ പോലും ആളില്ലാതെ വന്നത് നേതൃത്വത്തിന് വലിയ പിടിപ്പുകേടായി മാറി. ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധത്തിനെതിരെ പ്രബല മുസ്ലിം സമുദായ സംഘടനകൾ പോലും രംഗത്ത് വന്നത് വർഗീയ ബാന്ധവത്തിനെതിരെയുള്ള ഇരുട്ടടിയായി മാറുകയും ചെയ്തു. ആകെയുള്ള 569 വിമതരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കളാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ സ്വജനപക്ഷപാതവും സീറ്റ് വിൽപ്പനയുമാണ് പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കൂടുതൽ വിമതരുള്ളത്. 69 വിമതരുള്ള പാലക്കാട്ട് പ്രമുഖർ പാർട്ടി വിടുകയും ചെയ്തു. കോട്ടയത്ത് ചിലരെ പുറത്താക്കിയെങ്കിലും നടപടി തുടർന്നാൽ കൈവിട്ടുപോകുമെന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. വയനാട്ടിൽ KC വേണുഗോപാൽ ഇടപെട്ടിട്ടും വിമതർ ഒതുങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസിനെതിരെ പലയിടത്തും മത്സരിക്കുന്നുമുണ്ട്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പണം വാങ്ങിയ സീറ്റുകൾ വിറ്റെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ സ്ഥാനം രാജിവെച്ചതും വലിയ തിരിച്ചടിയായി മാറി. ജമാഅത്തെ ഇസ്ലാമി SDPI ബാന്ധവത്തിനെതിരെ കാന്തപുരം വിഭാഗവും സമസ്തയും മുജാഹിദ് വിഭാഗവുമാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെത്തിച്ചത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പലയിടത്തും BJP കോൺഗ്രസ് രഹസ്യ ബാന്ധവുമുണ്ട്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ BJP ചർച്ച പുറത്തുവരികയും ചെയ്തിരുന്നു. തിരുവനന്തപുരം നിയമമേഖല, പത്തനംതിട്ടയിലെ കവിയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ സഹകരണവും വാർത്തയായി മാറി. UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തകിടം മറിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സജീവമായത്. പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതും പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുമില്ല. രാഹുൽ ആരോപണം നിഷേധിച്ചതുമില്ല. നടപടിയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് കോൺഗ്രസിലെ അങ്കലാപ്പ് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ എരിഞ്ഞു നീറുന്ന ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. രാഹുൽ രാജിവെക്കണമെന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ബിന്ദു കൃഷ്ണയുടെ നിലപാടും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണ രംഗത്ത് വന്നിരുന്നു. മാസാമാസം നിലപാട് മാറ്റി പറയുന്ന ശീലം തനിക്കില്ല എന്നും മുകേഷിനെ സംരക്ഷിക്കുന്ന CPMന് രാഹുലിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല എന്നുമായിരുന്നു ബിന്ദു കൃഷ്ണ പറഞ്ഞത്. മറ്റൊന്ന്, രാഹുലിനെതിരെ K മുരളീധരൻ രംഗത്ത് വന്ന സംഭവമായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും കൂടാതെ ലൈംഗികാരോപണം നേരിടുന്ന MLAയെ സംരക്ഷിക്കുന്നു എന്ന വിമർശനം പാർട്ടിക്ക് നേരെ ഉയരുന്നതുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.